പിന്നെ ഇന്ന് നമ്മളെ ക്യാമ്പിന്റെ ഫസ്റ്റ് ഡേ ആണ്. പതിവ് പോലെ നേരത്തെ ചെന്നപ്പോണ്ട് കുട്ടികളൊക്കെ ഒരു പൈപ്പിന്റെ തൊട്ടിലിരുന്ന് കൈ കഴുകണം. ക്യാമ്പിന്റെ വല്ല ആക്ടിവിറ്റി എന്ന് വിചാരിച്ചു ഞാനും അങ്ങോട്ട് കഴിക്കും. പിന്നെ മനസ്സിലായത് കൈ കഴുകിയല്ല വെള്ളം കലക്കിയാന്ന്. ഇതാണ് നമ്മളെ വേദി. ഇത് ഗസ്റ്റിനുള്ളതാണ്. പാത്രത്തിൽ അലങ്കോലപ്പെട്ട് കിടക്കുന്ന കുറച്ച് സാധനം ഞാൻ അങ്ങോട്ട് റെഡിയാക്കി. എന്തെങ്കിലുമൊക്കെ ഒരു പണി എടുക്കണ്ടേ. അങ്ങനെ ക്യാമ്പിന്റെ ഫസ്റ്റ് ഡേ തുടങ്ങി. നമ്മളെ നെയിൽ ലോഞ്ചിങ് ആണ്. അത് ഉഷാറായിട്ടാണ് നടന്നു. അങ്ങനെ എല്ലാവരും സ്റ്റേജിലേക്ക് എത്തി. വന്ന ആൾക്കാരെ പേര് വിളിച്ചുമ്പോൾ റോസാപ്പൂ കൊടുക്കാൻ ഏൽപ്പിച്ചത്. അവള് പകുതി എത്തിയപ്പോൾ ഇറങ്ങി. പിന്നെ രണ്ടാമത് വിളിച്ചിട്ടാണ് കൊടുത്ത്. ഉദ്ഘാടന സെക്ഷൻ പോലും ആസ്വദിക്കണ കാണികളെ നിങ്ങളിപ്പോൾ കാണുന്നത്. വെള്ളം കുടിക്കാനുള്ള സമയമായി. ഞാൻ എന്തായാലും ഇതൊന്നും വെള്ളം കുടിക്കണില്ല. വെള്ളം എങ്ങനെ വെച്ചാൽ ഇതുണ്ടാവില്ലേ, എനിക്കെല്ലാം അറിയുള്ളൂ. കുട്ടികൾക്കൊക്കെ ഭയങ്കര സ്നേഹം. വന്ന ആൾക്കാർ കൊടുക്കാനുള്ള ഓർലിക്സ് അതിപ്പോൾ ജനലിൻ്റെ ഉള്ളിൽ കൂടെ കഷ്ടപ്പെട്ടിട്ട് നമുക്ക് ഉദ്ഘാടന സെക്ഷൻ കഴിഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായില്ല. കഴിഞ്ഞ നമ്മളെ വീഡിയോ ഇട്ടുകൊണ്ട് മെച്ചൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇവൾക്ക് വന്നതിൻ്റെ ഒരു ലക്ഷ്യമൊക്കെ ഉണ്ട്. ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞ് ക്യാമ്പിലുള്ള പാർലമെന്റ് രൂപീകരണം ഞാനും ചെയ്തു. സത്യപ്രതിജ്ഞ. ഇത് സത്യപ്രതിജ്ഞയുടെ ലഡു അല്ല. ഈ ലഡുവിന് വേറൊരു കഥ ഉണ്ട്. നടുവിൽ കണ്ണടട്ടിരിക്കണ മുതലിനെ കണ്ടില്ലേ, മൂപ്പരാണ് നമ്മളെ കോളേജിന്റെ MD. ഇന്ന് മാഷിന്റെ ബർത്ത്ഡേ ആണ്. മൂപ്പരെ മോട്ടറാക്കി മേടിച്ചതാണ് അത്. അങ്ങനെ ഫസ്റ്റ് ഡേയുടെ അവസാന ഘട്ടം 4 ബോൾ ഐസ്ക്രീമും 12 ആൾക്കാർ വെള്ളം പറഞ്ഞിട്ടൊക്കെ കുടിച്ചു. പിന്നെ ആ ബോൾ കൊണ്ട് ഏറുപന്ത് കളിക്കണേന്ന് എനിക്കും കിട്ടി 2 നല്ല ഏറ്. പിന്നെ നേരെ പോയത് ചില്ലീസ്. കാരണം കയറിയൊക്കെ പിന്നെ ഓരോ ആൾക്കാരെ മുഖത്ത് പ്രകാശം നമുക്കാണ്. അത് മാത്രം വെജിറ്റേറിയൻ ആണ് കുറച്ച് കാലമായിട്ട്. അതിനൊരു കാരണമുണ്ട്. അങ്ങനെ ഫുഡ് എത്തി. ഫുഡ് നമുക്ക് കുഴപ്പമില്ല, പക്ഷെ സർവീസ് തീരെ പോരാ. കൂട്ടിട്ട് കുറേ എണ്ണം ഉണ്ടെന്നുള്ളൂ, പണി എടുക്കണില്ല. അപ്പം ഇന്നത്രേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, അദിയോസ് ഹബീബി.